Baking Queen, ho, ho. Baking Queen, ho, ho. Baking Queen, ho, ho. Welcome to Bake Mill Baking Queen, brought to you by Bake Mill, where every bite blossoms, and powered by K-Phone, കേരളത്തിൻ്റെ സ്വന്തം ഇൻ്റർനെറ്റ്. Baking Queen, ho, ho. അങ്ങനെ നിങ്ങൾ എല്ലാവരും നെഞ്ചിലേറ്റിയ ബിരിയാണി ക്വീൻ മത്സരത്തിന് ശേഷം മറ്റൊരു മത്സരവുമായി ഞങ്ങൾ എത്തുകയാണ്. അതായത് ബേക്കിംഗ് ക്വീൻ കോൺടെസ്റ്റ്. ബേക്കിംഗ് ക്വീൻ എന്ന് പറയുമ്പോൾ ക്രിസ്മസ് സീസൺ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് തരുന്നൊരു ഉത്സവം തന്നെയാണ്. അതൊരു സെലിബ്രേഷനാണ്. ഡിസംബർ എന്ന് പറയുമ്പോൾ നമ്മൾ നവംബറിലേ തുടങ്ങും. ഒരു പക്ഷേ അതിന് മുന്നേ തന്നെ മനസ്സുകൊണ്ട് ക്രിസ്മസിനെ വരവേൽക്കാൻ റെഡിയാകും. അപ്പോൾ ഇതൊരു തരം വരവേൽക്കൽ തന്നെയാണ് ഈ ബേക്കിംഗ് ക്വീൻ കോൺടെസ്റ്റ്. അപ്പോൾ കേരളീയം നിങ്ങളോടൊപ്പം ആ ആഘോഷത്തിൽ പങ്കെടുക്കാനായിട്ടാണ് ഇങ്ങനൊരു കോമ്പറ്റീഷൻ ഇവിടെ ഇങ്ങനെ സംഘടിപ്പിക്കുന്നത്. എന്തായാലും ഇതിനായിട്ട് ഒരുപാട് പാർട്ടിസിപ്പൻസ് ഉണ്ട്, ധാരാളം. ഏറ്റവും നല്ല ആൾക്കാരെ നോക്കിയിട്ട് നമ്മൾ ക്രീമിനെയാണ്, ഒരുപാട് പാർട്ടിസിപ്പൻസ് വരാൻ പറ്റില്ലല്ലോ. അത് കാരണം ആപ്ലിക്കേഷൻസിൽ നിന്നും സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ എടുത്തിട്ട് നമ്മൾ 24 കണ്ടസ്റ്റൻസുമായിട്ടാണ് ഈ മത്സരം തുടങ്ങാൻ പോകുന്നത്. ഞാൻ ഒറ്റയ്ക്കല്ല, എന്നോടൊപ്പം നിങ്ങളുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീ കൃഷ്ണയുമുണ്ട്. കൃഷ്ണയെ സ്വാഗതം ചെയ്യാം. കൃഷ്ണ. Baking Queen, ho, ho. Wow! Wow! Nice. Thank you. Merry Christmas Yes. and Happy New Thank Year. you. Same to you. ഇത് ജാപ്പനീസ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ചെയ്ത് എന്താണ് ഗിഫ്റ്റ് നോക്കണം എന്നാണ്. പക്ഷെ അതിപ്പോ വേണ്ട, നമുക്കൊരു വലിയൊരു ഷോ Oh yes, ഇവിടെ yes, വെക്കുന്നത്. yes, yes. Baking Queen, ho. Yes, കൃഷ്ണ, നമ്മൾ ചേച്ചി വീണ്ടും ഡെക്കറൊക്കെ അങ്ങ് മാറി അടിപൊളിയായില്ലേ? നോക്ക്. പിന്നെ? ഒരു ക്രിസ്മസ് ഫീൽ. ഒരു ചക്കച്ചിൽ. അതെ, ഒരു തണുപ്പ് കൂടി ഫീൽ ചെയ്യുന്നില്ലേ? നമ്മൾ ഏതോ ഒരു വണ്ടർലാൻഡിലൊക്കെ നിൽക്കുന്ന പോലെ ആ ഒരു ഫീലാണ്. യെസ്. അപ്പൊ എന്താണ് കണ്ടസ്റ്റൻസ് ഒക്കെ റെഡിയാണ്. 24 പേര്. നമ്മൾ ആസ് യൂഷ്വൽ റൗണ്ട്സും സിമിലർ ആണ്. പക്ഷേ നമ്മൾ അവർക്ക് നല്ല ടാസ്ക് കൊടുക്കും, അത് വേറെ കാര്യം. ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരിക്കണം. കാര്യം ഇപ്പോൾ ഒരുപാട് ബേക്കേഴ്സ് ഉണ്ട്, ഹോം ബേക്കേഴ്സ്. അപ്പോൾ കോമ്പറ്റീഷൻ ശരിക്കും പറഞ്ഞാൽ ടഫായിരിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും പ്രോപ്പറായിട്ട് ഒരാളെ? സ്വാഭാവികമായിട്ടും അതായത് ചേച്ചി പറഞ്ഞു വരുന്നത് വെച്ചാൽ ഇപ്പൊ എല്ലാ വീട്ടിലും ഒരു ഹോം ബേക്കർ. എക്സാക്ട്ലി. അപ്പൊ നമ്മൾ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയി, കുറച്ചും കൂടെ നമ്മളെ പവർഫുൾ ആക്കി. അതെ, അപ്പോൾ അവർക്ക് കുറച്ചുകൂടി എക്സ്പെരിമെന്റ് ചെയ്യാനൊക്കെ ഉള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ടാവും. അവർക്ക് കുറച്ചുകൂടി ഇംപ്രൊവൈസ് ചെയ്യാൻ പറ്റും, അല്ലേ? കുറച്ചുകൂടി ഒരു നല്ല എക്സസൈസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും 24 പേരും പുലികളാണ്, എല്ലാവരും ഹോം ബേക്കേഴ്സ് ആണ്, ഓൾമോസ്റ്റ് എവ്രി വൺ. അപ്പോൾ അവരെ വിളിച്ചാലോ? തീർച്ചയായും. ഓക്കെ, ലെറ്റ്സ് ഗോ. Baking Queen, ho, ho. Baking Queen, ho, ho. അങ്ങനെ നമ്മുടെ 24 കണ്ടസ്റ്റൻസ് 24 ഉണ്ടോ? ഉണ്ട്. എല്ലാവരും ഉണ്ട്. എല്ലാരും വന്നല്ലോ അല്ലേ? All അജയ്. set. ടെൻഷൻ ഉണ്ടോ? എന്ത്? നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു ആൻസർ അല്ല കേൾക്കുന്നത്. അല്ലല്ല, ഭയങ്കര കോൺഫിഡന്റ് ആണല്ലോ എല്ലാവരും. ഓ, വെരി ഗുഡ്. ഏഹ് ഒരാൾക്ക് ടെൻഷനുള്ള ആളിനെ കിട്ടി. ഓക്കെ, 2 ഉണ്ട്, 3 ഉണ്ട്. ഓരോന്നായിട്ട് വരുന്നുണ്ട്. ആ, കൈ പൊക്കിക്കേ ടെൻഷൻ ഉള്ളവരൊക്കെ. ടെൻഷൻ ഈ സൈഡിൽ 1 2 കണ്ടില്ലേ? ഒരു 2-3 പേർക്കില്ല, 5 പേർക്കില്ല, ബാക്കി ഈ എല്ലാവർക്കും സൈഡ് നോക്കിയാലോ ടെൻഷൻ. ഈ സൈഡ് ടെൻഷൻ ഉള്ള ആർക്കൊക്കെയാ? എല്ലാവർക്കും ടെൻഷൻ ഉണ്ട്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്യുന്നുണ്ടല്ലേ? അപ്പൊ നിങ്ങളുടെ ഡിസ്കഷൻസിലൊക്കെ ആ ഒരു ടെൻഷനും ഒരു ഇതല്ലേ, എന്താ പറയാ, എന്താണ് എന്നുള്ള ഒരു, അല്ലേ, ഒരു ടെൻഷനൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ അങ്ങനെയൊന്നും നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല. ചെറിയ ബുദ്ധിമുട്ടുകളെ ഉണ്ടാവുള്ളൂ. ഇതിലിപ്പോൾ തന്നെ നമ്മുടെ പായസറാണി മത്സരത്തിൽ പങ്കെടുത്ത ഒരാളുണ്ട്. ബിരിയാണി ചലഞ്ചിലുള്ള 2 ആളുണ്ട്, അല്ല ശരിയല്ലേ? 3 പേരുണ്ട്. ഓക്കെ, 3 people അറിയാം. യുവർ സെൽഫ് അല്ലേ? ഓക്കെ, 3 പേരുണ്ട്. അതുകൊണ്ട് അവർക്ക് കുറച്ചുകൂടി എക്സ്പീരിയൻസ് ഉണ്ട്. ബാക്കിയുള്ളവരെല്ലാം തന്നെ ഈ ഫ്ലോറിൽ ന്യൂ ആണ്. ഓക്കെ, ഇതില് ഫ്രണ്ട്സ് നല്ല തിക് ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോ? പരിചയക്കാരുണ്ടോ? ഗ്യാങ് ആയിട്ട് വന്ന ആൾക്കാർ? ഓക്കെ, നാട്ടുകാരുണ്ട്. ഓ, സ്ഥിരം ഗ്രൂപ്പിൽ പോകുന്ന ആൾക്കാരുണ്ടോ? സ്ഥിരം മത്സരാർത്ഥികളാണ്. ഓ, അതാണ് നമ്മുടെ ഒരു USP. കറക്റ്റാ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് മുന്നേ ഉള്ള നമ്മുടെ കോമ്പറ്റീഷൻസ് ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു അല്ലേ? ഇങ്ങനെ ഇപ്പം ലേറ്റസ്റ്റ് ബിരിയാണി മത്സരം അല്ലേ, ബിരിയാണി ക്വീന്. എന്താ അഭിപ്രായം നിങ്ങളുടെയൊക്കെ?
അടിപൊളിയായിരുന്നോ? ഇഷ്ടമായോ? നന്നായിരുന്നു. ഓക്കെ. അപ്പോൾ ചേച്ചി, നിങ്ങൾ അപ്പോൾ നമ്മള് ഇനി അങ്ങോട്ടേക്ക് മുന്നോട്ട് പോയേ പറ്റൂ പോയേ പറ്റൂ. അതാണ്. അതായത് അപ്പോൾ അതെല്ലാം കണ്ട് പ്രചോദനം കിട്ടിയിട്ടാണോ നിങ്ങൾക്ക് ഈ ഒരു കോൺടെസ്റ്റിൽ വീണ്ടും ഇങ്ങനെ തുടങ്ങിയപ്പോൾ അനൗൺസ് ചെയ്തപ്പോൾ വരാൻ തോന്നിയത്? അതെ അല്ലേ? ഇതിൽ ആരെങ്കിലും ക്യാമറ ഫസ്റ്റ് ടൈം ഫേസ് ചെയ്യുന്ന ആൾക്കാരുണ്ടോ? മിക്കവാറും ഉള്ള ഒരു ക്യാമറ ഫേസ് ചെയ്ത് ആദ്യമായിട്ടാണ് തോന്നുന്നത്. ഓക്കെ. അപ്പൊ എല്ലാവർക്കും നമ്മളൊരു ഇൻസ്പിറേഷൻ ആണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു നല്ല പ്ലാറ്റ്ഫോം ആയിരിക്കും ഇത്. അപ്പോൾ നമ്മുടെ ഒരു റൗണ്ട്സ് എന്ന് പറയുന്നത് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അത്ര സിമ്പിൾ വേണ്ട വിചാരിച്ചു. ദാറ്റ് ഈസ് എല്ലാവരും ഹോം ബേക്കേഴ്സാണ്. നിങ്ങളെല്ലാവരും ബേസിക്കലി ഇപ്പോൾ ഹോം ബേക്കിംഗ് എന്ന് പറയുമ്പോൾ ബർത്ത്ഡേ കേക്ക്സ് ആകാം, അല്ലെങ്കിൽ വെഡ്ഡിങ്ങിനാകാം, റിസപ്ഷൻസിനാകാം, മോസ്റ്റ്ലി അങ്ങനെയാണല്ലോ വരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്നതും ചെയ്യാൻ പറ്റുന്നതും വിപ്ഡ് ക്രീമിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ സ്പഞ്ച് ഉണ്ടാക്കണു, പലതരം ഫില്ലിംഗ് ഇടുന്നു, ജസ്റ്റ് അല്ലേ ഫ്ലേവേഴ്സ് കൊടുക്കണു, കോമൺ കുറച്ച് ഫ്ലേവർ. അപ്പോൾ അതിലൊരു കോമ്പറ്റീഷൻ ഇല്ല എന്നാണ്. അതെല്ലാം സെയിം ആയിരിക്കും. ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമല്ല, കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഹോം ബേക്കേഴ്സ് ഉണ്ട്, ഒരുപാട്. ഇതൊരു ചെറിയൊരു ക്രോസ് സെക്ഷനാണ്. അപ്പോൾ അവർ വിചാരിക്കും ഇതെന്ത് കോമ്പറ്റീഷൻ, നമ്മളല്ലേ ഇതൊക്കെ എപ്പോഴും കാണുന്നതല്ലേ, ഒരു ഫൺ ആയിരിക്കില്ല, ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. സോ വി തോട്ട് സംതിങ് ഡിഫറെൻറ്റ്. യെസ്, അതാണ് ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത്. നമ്മുടെ പ്രിലിമിനറി റൗണ്ട്സിൽ നിന്ന് തന്നെ നമ്മുടെ ആ ഡിഫറൻസ് തുടങ്ങുകയാണ്. ഫ്യൂഷൻ കേക്ക്സ്. അത് അവർക്ക് ഭയങ്കര എക്സ്പെരിമെൻ്റ് ചെയ്യാനുള്ള സ്കോപ്പുണ്ട്, റിസർച്ച് ചെയ്യാനുള്ള സ്കോപ്പുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഫ്യൂഷൻ കേക്ക് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇപ്പോൾ പെട്ടെന്നല്ല പറയുന്നത്, നിങ്ങളോട് ഓൾറെഡി നമ്മൾ കൺവേ ചെയ്തിട്ടുണ്ട്. കാര്യം കുറച്ച് ഹോംവർക്കൊക്കെ വേണം ഈ കാര്യത്തിൽ. പെട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആകെ ഫ്ലോപ്പായി പോകും ചിലപ്പോൾ. അത് നമ്മുടെ ഷോയിനെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു തീരെ സസ്പെൻസ് ആണെന്ന് പറയാക്കില്ല. അത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പറയുകയാണ്. ഫ്യൂഷൻ കേക്ക് റൗണ്ടാണ് നമ്മൾ പ്രിലിമിനറി ആയിട്ട് ഇവർക്ക് എല്ലാവർക്കും കൊടുത്തിരിക്കുന്നത്. എല്ലാവരും തന്നെ എക്വിപ്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓരോരുത്തരും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്യൂഷൻസിലുള്ള കേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഗ്രൂപ്പ് തിരിക്കണം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ആസ് യൂഷ്വൽ 4 പേരുള്ള 6 ഗ്രൂപ്പായിട്ട് തിരിക്കും. അത് ലോട്ടിട്ട് തന്നെയാണ് തിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ യുദ്ധം ആരംഭിക്കുന്നു. പിന്നെ ഇതിൽ വേറെ ഒന്നുമില്ല, ഫ്രണ്ട്സാണ് നിങ്ങൾ എല്ലാവരും, അങ്ങനെ വിചാരിച്ചാൽ മതി. അപ്പോൾ എല്ലാവരും തമ്മിൽ നല്ലൊരു തിക്ക് ബോണ്ടിങ് ഉണ്ടാവണം. ഇത് ആര് ജയിച്ചാലും അത് നിങ്ങളുടെ സന്തോഷമായിരിക്കണം. ഇതിൽ ആര് ജയിച്ചാലും ഓക്കെ, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റോട് കൂടി ഇതിൽ അപ്രോച്ച് ചെയ്യുക. ഒരു പോസിറ്റീവായിട്ട് വിചാരിക്കുക എല്ലാ കാര്യങ്ങളും. തുടങ്ങാമല്ലോ. യെസ്. ആസ് യൂഷ്വൽ നമ്മൾ ലോട്ട് ഇടാൻ പോകുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പേര് ഇതിനകത്തുണ്ട്. ഓക്കെ, അപ്പോൾ എടുക്കാൻ പോകുന്നേ രാജ. അതെ, യെസ്. യെസ്, സജന അസ്ലം. അസ്ലം, യെസ്. നെക്സ്റ്റ് അടുത്ത ആള് ചിത്ര എസ്. യെസ്, തേർഡ് പേഴ്സൺ ധനലക്ഷ്മി. എവിടെ? ആ, ഓക്കെ, ധനലക്ഷ്മി. സോ യു ആർ ഇൻ ദി ഫസ്റ്റ് ഗ്രൂപ്പ്. ആൻഡ് രശ്മി വാസപ്പൻ. ഇനി ഇത് നിങ്ങൾ 4 പേര് ചേർന്ന് ഫസ്റ്റ് ഗ്രൂപ്പ്. ഇനി സെക്കൻഡ് ഗ്രൂപ്പിന്റെ ആൾക്കാരെ. ആശ പാർവതി. വാവ്, സെക്കൻഡ് ഗ്രൂപ്പ്. ഷഹന ഹാരിസ്. അസാന. ഓക്കെ, യെസ്. അടുത്തത് ശരണ്യ ഷിജു. തേർഡ് ഗ്രൂപ്പ്. യെസ്. പ്രിയ സൂസൻ. സമീന. കൈവിട്ടുപോളൂ. അടുത്ത സലീന. ചിന്നു നിസാർ. ഗ്രൂപ്പ് 4. യെസ്. ഷഹർബാൻ. ഓക്കെ. ഷഫ്ന. ലിൻസി സിജോ. ഫാത്തിമ ഷംസ്. തുടങ്ങാൻ പോകും. ഓക്കെ. റുബീന. റുബീന ഫ്രം പാലക്കാട്, ഒറ്റപ്പാലം. അടുത്ത സുഫർണ, കോഴിക്കോട്. കോഴിക്കോട്. ഓക്കെ, അടുത്ത ആളെ വിളിക്കട്ടെ. സൈഫുനിസ. യെസ്, ഫ്രം അഗെയിൻ പാലക്കാട്. അടുത്ത ഷാർമില, ട്രിവാൻഡ്രം.
ആൻഡ് ദ ഫൈനൽ 6. ആറാമത്തെ ഗ്രൂപ്പ്. ഒന്നിന്നും തുടങ്ങാം. പ്രസീത ഫ്രം ട്രിവാൻഡ്രം. ഓക്കെ. അടുത്ത് റിസ്വാന ട്രിവാൻഡ്രം. ഓക്കെ. അപ്പോൾ ഇപ്രാവശ്യം ട്രിവാൻഡ്രത്ത് നിന്ന് ആൾക്കാർ കൂടുതലാണല്ലോ. ബേക്കേഴ്സ് ഇപ്പോൾ ഒരുപാടുണ്ടല്ലേ ട്രിവാൻഡ്രത്ത്. ഓക്കെ. ആൻഡ് അടുത്ത ആള് ഉമ കണ്ണൻ ഫ്രം ട്രിവാൻഡ്രം. സുനിത ഹബീബ് ട്രിവാൻഡ്രം. അതും ട്രിവാൻഡ്രം. അപ്പോൾ എത്ര ട്രിവാൻഡ്രംകാരുണ്ട്? കൈവക്കിയേ. 1 2 3 4 5 6 7 8 9 10. 10 പേര് മെജോറിറ്റി. നോട്ട് ബാഡ്. ട്രിവാൻഡ്രത്ത് ഇത്രയും ബേക്കേഴ്സ് ഉണ്ട്. ഇതിൽ കൂടുതലുണ്ട്. ഇത്ര പേരെ വന്നുള്ളൂ. ഓക്കെ. ബാക്കി 14 പേര് റെപ്രസെൻറ്റിങ് അതർ ഡിസ്ട്രിക്ട്സ്. ഓക്കെ. എനിവേ സന്തോഷം. നമ്മുടെ എന്താ പറയുക, കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം പല ജില്ലകളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ആൾക്കാരാണ് ഇവിടെ നിൽക്കുന്നത്. എല്ലാവരെയും ഇവിടെ കാണാൻ സാധിച്ചതിലും പരിചയപ്പെടാൻ സാധിച്ചതിലും വളരെ വളരെ സന്തോഷം. താങ്ക് യു ഫോർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ അവർ കോമ്പറ്റീഷൻ. അപ്പോൾ ഇനി നമ്മൾ ഒന്നിച്ചുള്ളൊരു ജേണിയാണ്. കുറച്ച് എപ്പിസോഡ്സിലൂടെ നമ്മൾ നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തും. നിങ്ങളുടെ കഴിവുകളെല്ലാം അവർക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ആരംഭിക്കാം അല്ലേ? ഈ ഒരു റൗണ്ട് കഴിയുമ്പോൾ ഇതിൻ്റെ പകുതിയാകും. 12 പേരായിരിക്കും അടുത്ത നെക്സ്റ്റ് റൗണ്ടിലേക്ക്. ഈ ഒരു ജോഷ് നിങ്ങൾക്ക് ആദ്യം ഉള്ള പോലെ തന്നെ അവസാനം വരെ ഉണ്ടായിരിക്കണം. അത് എടുത്തു പറയണം. അപ്പോൾ ഇനി ക്വാർട്ടേഴ്സിൽ 12 പേരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു 6 എപ്പിസോഡും നടക്കട്ടെ. ഓക്കെ. 6 റൗണ്ട്സ് ഓഫ് പ്രിലിമിനറി. ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. Baking Queen, ho, ho. Baking Queen, ho, ho. Baking Queen, ho, ho. Baking Queen, Baking Queen, ho. നമസ്കാരം, എൻ്റെ പേര് രശ്മി ജയൻ. ഞാൻ കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഫ്യൂഷൻ വിഭാഗത്തിൽ ഞാൻ ചെയ്യാൻ പോകുന്ന കേക്ക് കുനാഫ കുൽഫി ചോക്ലേറ്റ് കേക്കാണ്. ആദ്യമായി നമുക്ക് ചോക്ലേറ്റ് സ്പഞ്ച് ഉണ്ടാക്കാം. അതിന് ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് 1.5 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുക. ഇത് നമുക്കത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 3/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്യും. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് മൈദ നമുക്ക് ആഡ് ചെയ്യാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യാം. ഇതിലേക്ക് 3 ടീസ്പൂൺ കൊക്കോ പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് അരിച്ചെടുക്കാം. ഇനി ഇത് നമുക്കൊരു സ്പാച്ചില ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കളറ് കുറവായതുകൊണ്ട് കുറച്ച് കൊക്കോ പൗഡർ ആഡ് ചെയ്യണം. ഓയിൽ തേച്ച ടിന്നിലേക്ക് നമുക്കൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മളാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത് 10 മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെക്കാം. ബാറ്റർ വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് കുനാഫ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കുനാഫ ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 3/4 കപ്പ് വരുന്ന പിസ്തയും ബദാമും നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അടുത്ത് നമുക്ക് കുൽഫി മിക്സ് റെഡിയാക്കാം. അതിന് 1 കപ്പ് പാല് നമ്മൾ സോസ് പാനിലേക്ക് ഒഴിക്കുകയാണ്. അതിലേക്ക് 4 ഏലക്കയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബദാമും പിസ്തയും ആഡ് ചെയ്ത് കൊടുക്കാം. പാല് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരുന്ന പിസ്തയും ബദാമും ചേർത്ത് കൊടുക്കുകയാണ്. 3/4 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ കുൽഫി മിക്സ് ഒന്ന് തിളച്ച് കുറുകുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കുനാഫ
ഫ്രൈ ചെയ്ത് വെച്ച കുനാഫയിലേക്ക് നമുക്ക് പിസ്താഷ്യോ സ്പ്രെഡ് ചേർത്ത് കൊടുക്കാം. ഓക്കെ, രശ്മി ഫ്രം ചങ്ങനാശ്ശേരി. എന്ത് ഫ്യൂഷനാ ഇത്? കുനാഫ കുൽഫി ചോക്ലേറ്റ് കേക്കാണ്. കുനാഫ ദുബായ് കുനാഫ മെഡലിസ്റ്റ് വന്ന സമയത്ത്, ആ ഒരു ട്രെൻഡ് വന്ന സമയത്ത് അത്യാവശ്യം എനിക്ക് മൂവിങ് ഉണ്ടായിരുന്ന ഒരു ഫ്ലേവർ ആയിരുന്നു. ഹോം ബേക്കറാണ്. ഞാൻ പ്രൊഫഷണലി ഞാൻ ടീച്ചറാണ് 10 വർഷമായിട്ട്. ഇപ്പോൾ കോവിഡ് സമയത്താണ് ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ആ സമയത്ത് വെറുതെ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ മൂവിങ് ഉണ്ടായപ്പോൾ ഇപ്പോൾ നമ്മൾ ചെറിയൊരു 3 വർഷമായിട്ട് ഒരു ഷോപ്പ്, ബേക്കിങ്ങിൻ്റെ ഷോപ്പ് ചങ്ങനാശ്ശേരി തന്നെയാണ്. അവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ഐറ്റം ഇതാണോ? ഏറ്റവും സ്പെഷ്യൽ ഐറ്റം എന്നല്ല, ഫ്യൂഷൻ കേക്കിൽ മൂവിങ് ഉള്ളത് നാട്ടുംപുറമാണ്. അവിടെ കൂടുതലും സാധാരണ കേക്കിലൊക്കെ ഫ്യൂഷൻ കേക്ക് കൊടുക്കാറുണ്ടോ? ഫ്യൂഷൻ കേക്ക് കടയിൽ ഇങ്ങനെ കസ്റ്റമൈസ്ഡായിട്ട് ചെയ്ത് വെക്കാറില്ല, അങ്ങനെ കസ്റ്റമൈസ്ഡ് ആയിട്ട്. അപ്പോൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്? അപ്പോൾ ചെയ്തിട്ടുണ്ട്. ചോക്ലേറ്റ്, കുനാഫ, കുൽഫി. 3 ഫ്ലേവേഴ്സ് അല്ലേ? കുൽഫിയുടെ മേക്കിംഗ് ആണോ? പാലും അത്? അതെ, കുൽഫിയുടെ മേക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ബേക്ക് അത് കഴിഞ്ഞു. കേക്ക് ചോക്ലേറ്റ് പാർട്ട് ഈസ് ഓവർ. ഇനി ഇത് ബാക്കി ഫില്ലിങ്ങും ചോക്ലേറ്റ് ക്രീം അതെല്ലാം സെറ്റ് ചെയ്തിട്ട് ചെയ്യാം അല്ലേ? പറഞ്ഞ സമയത്ത് തന്നെ തീർക്കും. 2.5 മണിക്കൂറാണ് ടോട്ടൽ. കൊള്ളാല്ലേ? എന്താ പറയുന്നു, നൈസ്. നമുക്കൊരു ഗണാഷ് ഉണ്ടാക്കണം. അതിന് 3/4 കപ്പ് ക്രീമാണ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് 1:2 അളവിൽ മിൽക്ക് കോമ്പൗണ്ട് ചേർത്ത് കൊടുക്കും. കേക്ക് സ്പഞ്ച് വെറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് 1/2 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളവുമാണ് എടുക്കുന്നത്. അത് നമുക്ക് പഞ്ചസാര നമ്മളതിലേക്ക് ആഡ് ചെയ്തു. 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കും. ഷുഗർ സിറപ്പ് തിളച്ച് വരുന്നുണ്ട്. ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. 1 കപ്പ് ക്രീമാണ് ബീറ്റ് ചെയ്യുന്നത്. നമുക്കിനി കേക്ക് ഒന്ന് ലെയർ ചെയ്തെടുക്കാം. ആദ്യം കുറച്ച് ക്രീം അതിലേക്ക് തേച്ച് കൊടുക്കുക. ഷുഗർ സിറപ്പിൽ കുറച്ച് ചോക്ലേറ്റ് ഗണാഷ് ഒഴിച്ച് മിക്സ് ചെയ്ത സിറപ്പാണ് നമ്മൾ വെറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്കതിലേക്ക് കുറച്ച് നേരത്തെ തയ്യാറാക്കി വെച്ച കുനാഫ മിക്സ് ചേർത്ത് കൊടുക്കാം. Now the third person. Yes, final സ്റ്റേജിലാണ്. യെസ്, ഗണേഷ് ക്ലീൻ ചെയ്ത് പിസ്ത ഡെക്കറേഷൻ ചെയ്താൽ പിസ്ത ഡെക്കറേറ്റ്. അപ്പോൾ ഇൻസൈഡിൽ പിസ്തയുണ്ട്, കുൽഫിയുണ്ട്, കുൽഫിയുണ്ട് ആൻഡ് ചോക്ലേറ്റ് കുനാഫ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഫൈനൽ ചെയ്തോളൂ. നമ്മളിനി ലാസ്റ്റ് സ്റ്റേജ്. കുനാഫ കുൽഫി കേക്ക് ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് ചേച്ചിയുടെ എടുത്ത് കൊടുക്കാം. ഹലോ, ഞാൻ ചിത്ര, തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. കൈരളി ടി വിയിലെ ബേക്കിംഗ് ക്വീൻ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് ഇന്ന് വെസ്റ്റേൺ പ്ലസ് ഇന്ത്യൻ ഫ്യൂഷൻ ഉള്ള കേക്കാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ വെസ്റ്റേൺ സ്റ്റൈലിലുള്ള കേക്ക്, വേർഡൻസ് ബെസ്റ്റ് എന്നുള്ള കേക്കാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. നോർവേജിയൻസിന് കൂടുതൽ ഇഷ്ടമുള്ള അവിടുത്തെ നാഷണൽ ഡേക്ക് എല്ലാവരും ഉണ്ടാക്കുന്ന കേക്കാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് ചെയ്യേണ്ടത് എഗ് യോക്കും വൈറ്റും സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയെടുക്കണം. ഇനി നമുക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ, പൗഡർ ഷുഗർ ഇട്ടിട്ട് കുറച്ചായി ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 3/4 കപ്പ് പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് എഗ് യോക്ക് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം.
ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായി ബീറ്റ് ചെയ്ത ശേഷം ഇതിലേക്ക് 1 കപ്പ് മൈദ, 1 നുള്ളു ഉപ്പ്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പിസ്താഷ്യോ വറുത്ത് പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ബീറ്റ് ചെയ്ത ഈ ബാറ്റർ നമുക്ക് ഈക്വലായിട്ട് 2 പാത്രത്തിലായിട്ട് സ്പ്രെഡ് ചെയ്ത് വെക്കാം. തിൻ ലെയറായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗിൻ്റെ വൈറ്റ് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് മെറിങ്ക്യൂ ആക്കിയിട്ടാണ് ഞാനിതിൽ ബേക്ക് ചെയ്യാൻ പോകുന്നത്. എഗ്ഗ് വൈറ്റ് നന്നായി ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇപ്പോൾ പൗഡർ ഷുഗർ 3/4 കപ്പ് ആഡ് ചെയ്ത് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഷുഗറും ഒരുമിച്ച് ആഡ് ചെയ്യരുത്, കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ബാറ്റർ താഴ്ന്നു പോകും. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഈ ബാറ്ററിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈവണായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച ബദാമും പിസ്താഷ്യവും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് സാധാരണ നോർമൽ സ്പഞ്ച് പോലെയല്ല. നോർമൽ സ്പഞ്ചിൽ നമ്മൾ എഗ്ഗ് മൊത്തം ഇട്ട് ബീറ്റ് ചെയ്യാറുള്ളത്. 170 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ഫില്ലിങ്സിനായിട്ട് പാൽക്കോവയാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: പാല്, കണ്ടൻസ്ഡ് മിൽക്ക്, 1 നുള്ള് ഏലക്കാപ്പൊടി. ഒരു പാനിലേക്ക് 1/2 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. പാൽക്കോവ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അടിപിടിക്കാതെ നോക്കണം. ഏകദേശം ആയിട്ടുണ്ട്. ഇതിലേക്ക് 1 നുള്ള് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. ഏകദേശം നമ്മുടെ പാൽക്കോവ ആയിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. വാനില സ്പഞ്ച് ഉണ്ടാക്കാനായിട്ട് 2 എഗ്ഗ് പൊട്ടിച്ച് വയ്ക്കാം. 1/2 ടീസ്പൂൺ വാനില എസൻസ്. പഞ്ചസാരയും എഗ്ഗും നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ലോ സ്പീഡിലാക്കിയ ശേഷം ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പാലൊഴിച്ച് കൊടുക്കുന്നത് ബാറ്റർ ടിന്നിലേക്ക് ഒഴിച്ച് കൊടുക്കാം. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഒരു 15 മിനിറ്റ് ബേക്ക് ചെയ്യാൻ വെക്കാം. ഹലോ ചിത്ര. ഹായ് മാം. ഹായ് സാർ. എന്തൊക്കെയാ ഇവിടെ ബേക്കിംഗ് കഴിഞ്ഞു കേട്ടോ? ഏകദേശം ആയിട്ടുണ്ട്. ഞാനൊരു വെസ്റ്റേൺ സ്റ്റൈലിലുള്ള വെർഡൻസ് ബെസ്റ്റ് എന്നുള്ളൊരു കേക്കാണ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഏതാണ്ട് ബേക്കിങ്ങിന്റെ പാർട്ട് ഓൾമോസ്റ്റ് ഏകദേശം കഴിയാറായിട്ടുണ്ട്. 3 ലെയർ ആണോ ചെയ്യുന്നത്? അതെ. ഓക്കേ. അപ്പോൾ ഫസ്റ്റ് ഞാൻ നോർവേജിയൻ സ്റ്റൈലിലുള്ള വെസ്റ്റേണും പ്ലസ് ഇന്ത്യൻ ഫ്യൂഷനാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതെ, വെർഡൻസ് ബെസ്റ്റ്. അതും പിന്നെ വാനില സ്പഞ്ച്, അതിൽ ഫില്ലിങ്സ് ആയിട്ട് പാൽക്കോവയും ബട്ടർ ഗുൽക്കണ്ടും മിക്സ് ചെയ്തിട്ട് ഫില്ലിങ്സിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഉണ്ടാക്കാറുണ്ട്. ഇത് റോസും കൽക്കണ്ടുണ്ടല്ലോ, കൽക്കണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് വരട്ടിയെടുത്തത്. ഇല്ല, അങ്ങനെ ചെറുതായിട്ട് ഞാൻ പാൽക്കോവയുടെ ആണ് കുറച്ച് കൂടുതൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഫില്ലിങ്സിൽ മാത്രം, സെന്റർ പോർഷൻ മാത്രം. സ്പഞ്ചിൽ ഇതിൽ താഴത്തെ ലെയർ നോർവീജിയൻ തന്നെയാണ്. അതെ, ഇത് രണ്ടും നോർവീജിയൻ. സെന്റർ മാത്രം ഈ ഒരു ഇന്ത്യൻ ഫ്ലേവർ കൊടുത്തിട്ടുണ്ട്. സാധാരണ ഇതില് പിസ്ത അങ്ങനെ നട്ട്സ് ഒന്നും സ്പഞ്ചിൽ ആഡ് ചെയ്യാറില്ല. ഞാൻ പിസ്താഷ്യോ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചിട്ട് ചെയ്ത് നോക്കി. യെസ്. അപ്പം ഒരു നോർവീജിയൻ സ്റ്റൈൽ കേക്ക് ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് എല്ലാവരും കണ്ടു കഴിഞ്ഞല്ലോ. ആ ഒരു മെത്തേഡും ഒക്കെ പഠിച്ചു. അപ്പോൾ ഇനി അതിൻ്റെ അടുത്ത സ്റ്റേജ് ഇനി നമ്മൾ ഫൈനലാകുമ്പോൾ വെക്കാം. ഓക്കെ. ഐസിങ് ചെയ്യാനായിട്ട് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഗുൽക്കണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പാൽക്കോവയിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ പാൽക്കോവ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി ബീറ്റ് ആയിട്ടുണ്ട്. ഇത് ഐസിങ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. നമ്മുടെ വാനില സ്പഞ്ച് ഇവിടെ ആയിട്ടുണ്ട്.
എടുക്കാം. കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. അത് തണുത്തതിന് ശേഷം ഡീമോൾഡ് ചെയ്തെടുക്കാം. 3 സ്പഞ്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഐസിങ് ചെയ്തെടുക്കാം. നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരുന്ന ക്രീം കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഏറ്റവും താഴത്തെ സ്പഞ്ച് ഒരു ലെയറായിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് നമ്മൾ വിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രീം ആക്കാം. ഇത് ഐസിങ് ചെയ്ത് തുടങ്ങാം. നമുക്ക് പാൽക്കോവ മിക്സ് ഫില്ലിങ്സിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗുൽക്കണ്ടിൻ്റെ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. രണ്ടാമത്തെ സ്പഞ്ച് വെച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മിൽക്ക് മെയ്ഡും വിപ്പിംഗ് ക്രീമും പാൽക്കോവയുടെ മിക്സും പാലും കൂടിയിട്ടുള്ളത് വെറ്റ് ചെയ്ത് കൊടുക്കാം. വീണ്ടും പാൽക്കോവ മിക്സ് ലെയറിൽ ആഡ് ചെയ്ത് കൊടുക്കാം. മൂന്നാമത്തെ ലെയർ വെച്ച് കൊടുക്കുന്നുണ്ട്. കേക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇത് ടേസ്റ്റിംഗ് ടേബിളിലേക്ക് മാറ്റാം. ഫൈനൽ ആയല്ലോ സ്റ്റേജ്. നോർവീജിയൻ നോർവീജിയൻ ആൻഡ് ഇന്ത്യൻ ഫ്യൂഷൻ. ഹാപ്പി ഹാപ്പിയാണ്. റിസൾട്ട് വിചാരിച്ച പോലെ വന്നോ? വന്നിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ട്രയൽ നോക്കിയിട്ടുണ്ടോ? ചെയ്ത് നോക്കി. ഇത് കട്ട് ചെയ്യാൻ ഇച്ചിരി പാടായിരിക്കും അല്ലേ? അവര് തന്നെ കട്ട് ചെയ്ത് അതാണ് നല്ലത്. പക്ഷെ നമ്മളിങ്ങനെ സ്പൂൺ വെച്ചല്ലോ കഴിക്കുന്നത്. സോ വി ആർ ഹാവിങ് എ ഹോൾസം കേക്ക്. അടിപൊളി. ഒരുപാട് ലേയേഴ്സ് ഉണ്ട്. 3 layers. എൻ്റെ പേര് ധനലക്ഷ്മി. ഞാൻ ഗുരുവായൂരിൽ നിന്ന് വരുന്നു. ഞാൻ ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് പിസ്ത കുൽഫി കുനാഫ ടോർട്ടയാണ്. ആദ്യം 1 കപ്പ് മൈദ അളന്നെടുക്കാം. മൈദ കറക്റ്റായിട്ട് അളന്നെടുക്കാം. അതിൽ നിന്ന് 1 സ്പൂണ് മൈദ മാറ്റിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ആഡ് ചെയ്യുക. അതിലേക്ക് ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂണ്, ബേക്കിംഗ് പൗഡർ 1 ടേബിൾ സ്പൂൺ. ഈ പാൽപ്പൊടിയും മൈദയും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും നന്നായിട്ട് മിക്സ് ആയിരിക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് പൊന്തി വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. പറ്റുവാണെങ്കിൽ ഒന്ന് അരിച്ചെടുക്കുന്നത് നന്നായിരിക്കും. ഒരു ഡ്രൈ ആയിട്ടുള്ള പാത്രത്തിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 1 നുള്ളു ഉപ്പ്, 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് പൊടിക്കാത്ത പഞ്ചസാര 1/4 കപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചീശെ ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ ഡ്രൈ ഇൻഗ്രീഡിയൻറ്റും പാലും കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. ആദ്യം മൈദ ചേർത്തു, ബീറ്റ് ചെയ്യാം. അതിലേക്ക് കുറച്ച് പാൽ, വീണ്ടും ഒന്നിലിട്ടിട്ട് വെറുതെ ബീറ്റ് ചെയ്യാം. വീണ്ടും ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് ഇടാം. വീണ്ടും കുറച്ച് പാലൊഴിക്കാം. അങ്ങനെ നമ്മളുടെ എല്ലാ മൈദയും ഇതിലിട്ട് കൊടുത്തു. എല്ലാം മിക്സ് ചെയ്തതിൽ നമ്മളിനി 7 ഇഞ്ചിൻ്റെ ടിന്നിൽ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്, ഓയിൽ തടവിയിട്ട്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പതുക്കെ തട്ടിക്കൊടുക്കാം. സ്ക്രൂ വെച്ചിട്ട് പതുക്കെ ഒന്ന് വരച്ചു കൊടുക്കാം. എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണേ. എയർ ബബിളൊക്കെ കളഞ്ഞിട്ടുള്ള കേക്ക് ടിൻ നമുക്കിനി ഓവനിലേക്ക് മാറ്റാം. 180 ഡിഗ്രിയിൽ ചൂടാക്കിയിട്ട് 30 മിനിറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ കേക്ക് ഓവനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കുൽഫി തയ്യാറാക്കണം. കുൽഫി ഉണ്ടാക്കാനായിട്ട് ആദ്യം പാത്രം അടുപ്പിൽ വയ്ക്കാം.
അതിലേക്ക് 2 കപ്പ് പാൽ അളന്നൊഴിക്കാം. ഇതിലേക്ക് 1/2 ടിന്ന് മിൽക്ക് മെയ്ഡ്. പാലും കണ്ടൻസ് മിൽക്കും നന്നായി യോജിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ കരിഞ്ഞു പോവും. അപ്പോൾ നന്നായിട്ട് യോജിച്ചതിന് ശേഷം മാത്രം അടുപ്പ് കത്തിക്കാൻ പാടുള്ളൂ. നമുക്കൊരു ചോപ്പറിലേക്ക് കാഷ്യൂ, അതുപോലെ അതേ അളവിൽ തന്നെ പിസ്ത ഇത്തിരി കൂടുതലിടാം, അതേ അളവിൽ ബദാം. ഇത് നന്നായിട്ട് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. ഒരു 4 ഏലക്ക ഇട്ട് കൊടുക്കാം. പാൽ തിളച്ച് വരുന്നതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഏലക്കായയുടെയും നട്ട്സിൻ്റെ ഒക്കെ നല്ല മണം ഉണ്ടാവും. നന്നായി ഇളക്കി പാലും നട്ട്സും കുറുകി വരുന്ന നേരം കൊണ്ട് നമുക്ക് ഒരു 1.5 സ്പൂണ് കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. തീ കുറച്ചിട്ടിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് കുറുക്കി എടുക്കുക. പാലിൻ്റെയും നട്ട്സിൻ്റെ ഒക്കെ കളർ ചെറുതായിട്ട് ചേഞ്ച് ആയി തുടങ്ങി. ഇതിലേക്ക് ഒരു 1 ഡ്രോപ്പ് പിസ്തയുടെ എസൻസ് ചേർക്കാം. നമ്മളുടെ കുൽഫി തയ്യാറായി. ഇനി തീ ഓഫാക്കി വയ്ക്കാം. കുനാഫ ഫ്രൈ ചെയ്യാം. തീ കുറച്ചിട്ടിട്ട് നമുക്ക് ബട്ടർ ചേർക്കാം. കുനാഫ ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇളം ഗോൾഡൻ കളർ ആവുന്ന വരെ. ഇത് നമുക്ക് പരിചിതമായ മുഖമാണ്. യെസ്, ഹലോ. ഹലോ. ലക്ഷ്മിയുടെ ഇന്ന് ഡ്രസ്സിങ്ങിലൊക്കെ ഒരു മാറ്റമുണ്ട്. അന്ന് നല്ലൊരു ഗ്രീൻ സാരി ആയിരുന്നു. അതെ അതെ അതെ. ഒരുപാട് പേർക്ക് ഓർമ്മയുണ്ടാവും. ഓക്കെ, അപ്പൊ എന്താ പ്ലാൻ? ഇത് തീരാറായല്ലോ, ലാസ്റ്റ് സ്റ്റേജായി. കേക്ക് എന്തായിരുന്നു? കുൽഫി പിസ്ത കുനാഫ. ഇവിടെ അത് തന്നെയാണല്ലോ. അതെ, പക്ഷെ ഞാൻ അറബിക് സ്റ്റൈൽ ഉള്ളിൽ ലെയറിൽ അറബിക് സ്റ്റൈൽ കൊണ്ടാണ് വിചാരിക്കാണ്. കുനാഫ ആ ഒതന്റിക് രീതിയിൽ കുനാഫ ഒരു ലെയർ ആയിട്ട് തന്നെ ചെയ്തിട്ട്. കേക്ക് എന്താണ്? സ്പഞ്ച് ഏതാണ്? ഡോക്ടർ ആയിട്ട് ചെയ്യാണ്. കുൽഫി മെയിൻ ആയിട്ട്. കുറച്ച് മാറ്റം ഉണ്ടാവും. അത് ചോക്ലേറ്റ് ആൻഡ് നമ്മൾ വാനിലയിലാണ് ചെയ്യുന്നത്. വാനില കുൽഫി കുനാഫ ചോക്ലേറ്റ് ആണ്. ആ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാവും. കോമ്പറ്റീഷൻ ആയിരിക്കും. ടഫ് കോമ്പറ്റീഷൻ ആയിരിക്കും. നോക്കാം നമുക്ക്. നമ്മുടെ കുനാഫ നന്നായിട്ട് ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കേക്ക് ശരിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുറത്തെടുത്ത് നോക്കാം. അപ്പോൾ പറ്റി പിടിച്ചിട്ടില്ല. അപ്പോൾ കേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് കേക്ക് ഡിമോൾഡ് ചെയ്യാം. നല്ല സോഫ്റ്റായിട്ടുള്ള കേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒരു ഡ്രൈ ആയ പാത്രത്തിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യാം. തിക്കായിട്ട് ബീറ്റ് ചെയ്യണം. നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് കുൽഫി ആഡ് ചെയ്യാം. ഇത് നമുക്ക് കേക്ക് നനയ്ക്കാനായിട്ട് ഉപയോഗിക്കാം. അതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള കുൽഫി മിക്സ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് കേക്ക് കുതിർത്തിയെടുക്കണം. നമുക്ക് ക്രീം ആഡ് ചെയ്യാം. നമ്മൾ സൈഡ് കട്ടിയിൽ പൈപ്പിംഗ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ കുൽഫി ഒഴിച്ചാൽ താഴോട്ട് പകരില്ല.
നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പിസ്ത ഇട്ട് കൊടുക്കാം. ഇവിടെയും കുനാഫ അല്ലേ? ഇവർ രണ്ടുമാണ് സിമിലർ ആയിട്ട് പ്ലാൻ ചെയ്തത്. പക്ഷെ ഒന്ന് ചോക്ലേറ്റ്, ഇത് വാനില. ഇത് വാനില. കുൽഫി ഇവിടെ ഉണ്ടല്ലോ. ഉണ്ട്. കുൽഫി ആൻഡ് പിസ്താഷ്യോ. അതായിരിക്കും മുകളിൽ കുനാഫ ടോർട്ട. ടോർട്ട എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്? ലുക്കായിട്ട് റിച്ച് ആയിട്ട് ഉള്ളിൽ അങ്ങനെയൊക്കെ അല്ലേ? അങ്ങനെയൊക്കെ ഓക്കെ. പക്ഷെ മാക്സിമം ചെയ്യാൻ പറ്റി. സമയം കറക്റ്റ് ആയിരുന്നോ? നിങ്ങൾക്ക് ഈ സമയം സഫീഷ്യൻ്റ് ആണല്ലോ അല്ലേ? മതി മതി. ടെൻഷൻ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റൂല. 2.5 മണിക്കൂർ. ഓക്കെ. ഒരു സംശയം, ഒരു നമ്മുടെ ബിരിയാണി അല്ലേ, ബിരിയാണിയിൽ ഉണ്ടായിരുന്ന ആളാണല്ലോ ക്വീൻ കോntest. അപ്പൊ അതും ഇതും തമ്മിലൊരു കമ്പാരിസണിൽ ഇത് കുറച്ചുകൂടി ടെൻഷൻ ഉള്ളതായിരുന്നു. ഇത് ഒരുപാട് ടെൻഷനാണ്. ബിരിയാണി കുറെ വർക്ക് ചെയ്യാണ്ടെങ്കിലും നമുക്ക് കറക്റ്റായിട്ട് അറിയാം. ഇത് നമ്മളെ കയ്യിൽ നിന്ന് ഒന്നും പറ്റിപ്പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കിതിൽ എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഉണ്ടാക്കണം. ബേക്കിങ്ങിൽ ഇപ്പോൾ ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ വെള്ളം ഒരു തുള്ളി ഡ്രോപ്പ് വന്നാൽ ബീറ്റ് ആവില്ല. പിന്നെ അതുപോലെ പൊന്തി വരില്ല. എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കുകൾ വന്നാൽ മൊത്തം ആദ്യം പുതിയും ചെയ്യണം. ബിരിയാണി ആകുമ്പോൾ പ്രശ്നമില്ല, നോക്കി നിന്ന് ചെയ്താലും. കുഴയാതിക്കൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒപ്പിച്ചെടുക്കാൻ പറ്റും. പക്ഷെ ഇത് അങ്ങനെയല്ല, ഇത് ടാസ്ക് ആണെന്നാണ് തോന്നുന്നത്. അതെ ചേച്ചി എൻ്റെ മുൻ ടാസ്ക് കൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കിയിരുന്നത് കുൽഫി പിസ്താഷ്യോ കുനാഫ ടോർട്ടയാണ്. എനിക്ക് പറ്റുന്ന രീതിയിൽ നല്ല ഭംഗിയായിട്ട് ചെയ്തെന്ന് വിചാരിക്കണം. ഇനി ചേച്ചി കഴിച്ചിട്ട് ചേച്ചി അഭിപ്രായം പറയട്ടെ. എൻ്റെ പേര് സജ്ന അസ്ലം. ഞാൻ ട്രിവാൻഡ്രം പാലോട് നിന്ന് വരുന്നു. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു മെക്സിക്കൻ പ്ലസ് ഇന്ത്യൻ റെസിപ്പിയാണ്. കജർ ഹൽവ മോൾ കേക്കാണ്, ചോക്ലേറ്റ് മോൾ കേക്കാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. നമുക്ക് ആദ്യമായിട്ട് ക്യാരറ്റ് ഹൽവയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കടായി ചൂടാക്കി എടുക്കാം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കണം. അതിലേക്ക് 4 കപ്പ് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക. നിറം മാറുന്നവരെ ഇളക്കി കൊടുക്കണം. അതിലേക്ക് ഒരു 3/4 കപ്പോളം പാല് ചേർത്ത് ക്യാരറ്റ് വേവിച്ചെടുക്കണം. പാല് നന്നായിട്ട് വറ്റുന്നവരെയും വേവിച്ചെടുക്കുക. പാല് വറ്റി തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലോട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിതെല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ നമുക്കൊരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതുകൂടി ചേർത്ത് കൊടുക്കാം. അടുത്തത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. മധുരം കുറച്ചുകൂടി വേണമെന്നുള്ളവർക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റാണ് ഇതിലേക്ക് നമുക്ക് കുറച്ച് ആൽമണ്ട്സും പിസ്ത കൂടി ചോപ്പ് ചെയ്ത് വെച്ചതുകൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്ത് തണുപ്പിക്കാനായിട്ട് മാറ്റാം. ഇനി അടുത്ത് നമ്മൾ ബാറ്ററാണ് റെഡിയാക്കാൻ പോകുന്നത്. ചോക്ലേറ്റ് സ്പഞ്ചാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് മോഡൽ ബട്ടർ പേപ്പർ വെച്ച് സെറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. 1 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. നമുക്കതൊരു അരിപ്പയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് കൊക്കോ പൗഡറും അതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് കൊക്കോ പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. ഡാർക്ക് കൊക്കോ പൗഡറാണേ. ഒരു പിഞ്ച് സോൾട്ടും അതുപോലെ 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും, വളരെ കുറച്ചൊരു 1/8 ടീസ്പൂണൊക്കെ മതിയാവും, കാശ്മീരി ചില്ലി പൗഡറും ഏലക്ക പൊടിച്ചതും. അപ്പം നമുക്ക് ബാറ്റർ റെഡിയാക്കാം. ഞാനിവിടെ 2 മുട്ട എടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് പൊടിച്ച പഞ്ചസാര കൂടി ചേർത്ത് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി അടുത്ത് നമുക്ക് അതിലേക്ക് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് ഓയിലാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതൊക്കെ ഫോൾഡ് ചെയ്ത് കൊടുക്കണേ, കാര്യം മുട്ടയും
വട 2 എണ്ണേ എടുക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാറ്റർ വളരെ കുറവേ ഉണ്ടാവുള്ളൂ. മുഴുവൻ ഫ്ലോറും ചേർത്ത് നമുക്ക് ഫുള്ളായിട്ട് ബാറ്റർ കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരുന്ന ഹൽവയിൽ നിന്ന് ഒരു 4 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ ഒരു മോൾഡാണ് എടുക്കുന്നത്. നമുക്ക് ബാറ്റർ മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഓവൻ ഇവിടെ പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. ബാറ്റർ റെഡി ആവുന്നതിനിടയ്ക്ക് നമുക്ക് ഇതിന് വേണ്ടി ഫില്ലിംഗ് ആയിട്ടുള്ള ഗനാഷ് കൂടെ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 150 ഡാർക്ക് ചോക്ലേറ്റ് എടുക്കുന്നുണ്ട്. 150 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമുക്കിവിടെ ഒരു സോസ് പാൻ എടുത്തിട്ട് ഫ്രഷ് ക്രീം ഒന്ന് ചൂടാക്കാം. ക്രീം ചൂടായി വരുമ്പോഴത്തേക്കും മാറ്റി വെച്ചേക്കുന്ന ചോക്ലേറ്റ് കൂടി ഇതിലൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളെ ഗനാഷ് ഇവിടെ റെഡിയായി. ഇനി ഇതിലേക്ക് ഒരുപാടൊന്നും വേണ്ട, ഒരു നുള്ള് കാശ്മീരി ചില്ലി പൗഡറും നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരുന്നതിൽ കുറച്ച് ബദാമും കുറച്ച് പിസ്തയോട് ചേർത്തിട്ട് നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ചോപ്പ് ചെയ്ത പിസ്തയും ബദാമിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് അതുകൂടി ഒന്ന് കേക്ക് ആവുന്നതിനിടയ്ക്ക് കട്ട് ചെയ്തെടുക്കാം. ക്യാരറ്റ് ഹൽവ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നത് ചോക്ലേറ്റ് സ്പഞ്ചിൽ മെക്സിക്കൻ പ്ലസ് ഇന്ത്യൻ ഫ്യൂഷൻ. മെക്സിക്കയിൽ നിന്ന് വരുമ്പോഴത്തേക്കും സ്പൈസസ് നട്ട്സ് നമ്മുടെ ചില്ലിയാണ് കൊടുക്കുന്നത്. ചില്ലിയും നമ്മുടെ പിസ്ത നട്ട്സൊക്കെയാണ് കൊടുക്കുന്നത്. ചോക്ലേറ്റ് ലെയർ ചെയ്യാനായിട്ടാണ് ക്യാരറ്റ് ഹൽവ ചെയ്യുന്നത്. ഇന്ത്യൻ ആയിട്ട് നിങ്ങളുടെ ഈ ചോക്ലേറ്റ് കേക്കിൽ ആ മെക്സിക്കൻ ഫ്ലേവർ കൊടുത്താണ് മുളക് പൊടി എല്ലാം കൂടി ചേർത്ത് മെക്സിക്കൻ. അതിനകത്ത് ആ ഇന്ത്യൻ ഫ്ലേവർ എന്ന് പറയുന്ന ഫ്യൂഷൻ വരുന്നത് ക്യാരറ്റ് ഹൽവ വെച്ചിട്ട്. ഓ നൈസ്. പല പല സംഗതികൾ ഇങ്ങനെ നിങ്ങളുടെ ആ ക്രിയേറ്റിവിറ്റി ഇങ്ങനെ കറക്റ്റ് വെളിയിൽ വരുന്ന ഒരു റൗണ്ടാണ് ഇല്ലേ ഇത്? എന്താണ് ഈ റൗണ്ടിനെ കുറിച്ച് അങ്ങനെയല്ലേ തോന്നുന്നു? അല്ല, നമ്മൾ സാധാരണ ഹോം ബേക്കറാണ്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നോർമലി അത്രയും വലിയ ഡെവലപ്പായിട്ട് അങ്ങ് ചിന്തിക്കുന്നില്ല. നോർമലി ബ്ലാക്ക് ഫോറസ്റ്റ്, വൈറ്റ് ഫോറസ്റ്റ് അങ്ങനെയൊക്കെ ആയിരിക്കും. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ തീരാറായിട്ടുണ്ട്. ചോക്ലേറ്റ് കേക്ക് ഈസ് ഗെറ്റിംഗ് റെഡി. മെക്സിക്കൻ, നോർവീജിയൻ, മെക്സിക്കൻ. നമ്മളെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഓവനിൽ നിന്ന് പുറത്തോട്ട് എടുക്കാം. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം ലെയറാക്കി എടുക്കാം. 2 ലെയറായിട്ടാണ് കേക്ക് എടുക്കുന്നത്. നമ്മുടെ കേക്ക് നമുക്കിനി ലെയറാക്കാം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി മുകളിലെ ഭാഗം മാത്രമായിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നന്നായിട്ട് ബേക്കായിട്ടുണ്ട്. ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു പ്ലേറ്റിലാണ് കേക്ക് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത ലെയർ ഇതിലോട്ട് വെച്ച് കൊടുക്കാം. നേരത്തെ ചെയ്ത് വെച്ചിരുന്ന ഗനാഷെ നമുക്കിനി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി മുകളിലായിട്ട് നമ്മുടെ ക്യാരറ്റ് ഹൽവ. ഇതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത ആൽമണ്ട്സും പിസ്തയും കൂടി ചേർത്ത് ഇത്തിരി ചില്ലി കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി മുകളിൽ അടുത്ത ലെയർ വയ്ക്കാം. മുകളിലേക്ക് ബാലൻസ് വന്ന് ഗനാഷ് കൂടി ഒഴിച്ചു കൊടുക്കാം. ബാലൻസ് നട്ട്സും ആൽമണ്ട്സും കൊണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു നുള്ള് ചില്ലി പൗഡർ കൂടി നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് കൊടുക്കാം. ഒരിത്തിരി കൊക്കോ പൗഡർ കൂടി വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. നമ്മുടെ ചോക്ലേറ്റ് മോൾ ഗജർ ഹൽവ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫില്ലിങ്സ് ഒക്കെ കൂടെ നമ്മുടെ കേക്ക് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് ജഡ്ജസിന് സെർവ് ചെയ്യാം. ഇവിടെയും കഴിഞ്ഞു പരിപാടി അല്ലേ? യെസ്, ഗാജർ ഹൽവയുടെയും ചോക്ലേറ്റ് മെക്സിക്കൻ ഓക്കെ ചില്ലി ഫ്ലേവറും കൂടി ചേർന്ന് വരുന്ന ഫ്യൂഷൻ. എന്ത് പറയണു? ഫൈനൽ വിചാരിച്ച പോലെ റിസൾട്ട് കിട്ടിയോ?
കിട്ടി, ഹാപ്പി അല്ലേ? സ്ഥിരം ഉണ്ടാക്കുന്ന പോലെ തന്നെയാണോ? അല്ല, ഞാൻ ഫസ്റ്റ് ടൈം ഒറ്റ തവണയെ ട്രൈ ചെയ്തുള്ളൂ. അപ്പോൾ ഇന്നലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ അതിനൊക്കെ അപ്പോൾ കുറച്ച് കറക്ഷൻ അതിൽ വന്നായിരുന്നു. അപ്പോൾ വീണ്ടും ഒന്നുകൂടി അതിൻ്റെ ടെക്സ്ചറൊക്കെ മാറ്റി റെസിപ്പിയിൽ കുറേ ചേഞ്ചൊക്കെ വരുത്തി, എൻ്റെതായിട്ടുള്ള കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തി. അപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയി തോന്നുന്നു. ഓക്കെ, ലെറ്റ്സ് സീ. അപ്പോൾ കട്ട് ചെയ്ത് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിരിക്കാം. അപ്പോൾ എടുത്ത് കഴിച്ചാൽ അപ്പോൾ നമ്മുടെ പ്രിലിമിനറി റൗണ്ടിൻ്റെ ഫസ്റ്റ് ബാച്ച് ഗ്രൂപ്പ് 1 നിങ്ങളുടെ എല്ലാവരുടെയും കേക്ക്സ് എല്ലാം റെഡിയാണ്. മനോഹരമായ കേക്കുകൾ, ഫ്യൂഷൻ കേക്ക്സ് ആർ റെഡി ഫോർ ടേസ്റ്റിംഗ്. നോർമൽ കേക്ക്സ് അല്ല, ഫ്യൂഷൻ. അതെ, ഫ്യൂഷൻ. റെഡി അല്ലേ? ഓക്കെ, വിളിച്ചു തുടങ്ങാം. ഓക്കെ, രശ്മി വാസപ്പൻ. Baking Queen, കട്ട് ചെയ്ത് തരേണ്ടി വരും അല്ലേ? നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രശ്മി, കാഴ്ചയിൽ നല്ല ഭംഗിയുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, കളർ ഫ്യൂഷൻസ് ഒക്കെ ഉണ്ട്. യെസ്. ഇതിലിപ്പോൾ കുൽഫി, കുനാഫ, പിസ്ത ഉണ്ടല്ലോ, പിസ്ത ഉണ്ട്, ആൻഡ് ചോക്ലേറ്റ് ഫ്ലേവേഴ്സ്. അപ്പോൾ കട്ട് ചെയ്ത് തന്നാൽ ഞങ്ങളത് മിസ്സിയാക്കാണ്ട് കഴിക്കും. താങ്ക് യു. ഫസ്റ്റ് കേക്കാണ് നമ്മുടെ അല്ലേ? അതെ, ഈ സീസണിലെ നമ്മളിപ്പോൾ അയ്യോ ചെറിയൊരു പോർഷൻ. ഓക്കെ, എത്ര വലുതായിട്ട് എടുക്കാൻ പറ്റുള്ളൂ അല്ലേ? ഓക്കെ, തുടങ്ങിയിട്ടേ ഉള്ളൂ ചേച്ചി. ഇനി എത്ര കേക്ക് കഴിക്കാനുണ്ട്? ഓക്കെ, ഞാനൊരു സ്വീറ്റ് ലവറാണ്, പക്ഷേ ഇന്ന് സ്വീറ്റിന്റെ അതിപ്രസരമായിരിക്കും. നമ്മള് ബുദ്ധിപൂർവ്വം കഴിക്കുക. അതാണ്. ഐ ക്യാൻ സീ ദ ലെയേഴ്സ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. അതായത് കുനാഫ ഉണ്ട്, ഏതൊക്കെ എവിടെയൊക്കെ വരുന്നു കറക്റ്റായിട്ട്. കുനാഫ, ഫ്യൂഷൻ കേക്ക്, എടുത്ത പോർഷൻ ഇച്ചിരി വലുതായി പോയി കേട്ടോ, എല്ലാ ലെയറും കിട്ടാൻ വേണ്ടിയിട്ട്. യമ്മി. കുനാഫ, പിസ്ത എല്ലാം കിട്ടി, ചോക്ലേറ്റ് കിട്ടി. എനിക്ക് പക്ഷേ കുൽഫിയുടെ അതും കിട്ടിയില്ല ആദ്യം. എന്താ സംഭവം? അതാണ് നമ്മുടെ അടുത്ത ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടി വരും. കുൽഫി തേടി പോകുന്നു. കുൽഫി എവിടെയാണ്? വേറെ ഏത് ലെയറിൽ വരും? ഈ ലെയറിന് ഇടയ്ക്ക് അതിൽ തന്നെയായിരുന്നു ചെയ്തിരിക്കുന്നത്. കുനാഫ ലെയറിൽ തന്നെയല്ലേ? കുനാഫയുടെ മുകളിൽ തന്നെയായിരുന്നു കുൽഫി ചെയ്തിരിക്കുന്നത്. വളരെ കഷ്ടപ്പെട്ടുണ്ട്. അതെന്ന് വെച്ചാൽ പിസ്ത ഫ്ലേവറും ഈ ഒരു പിന്നെന്താ പറയുക, നമ്മുടെ ആ ഒരു കുനാഫയുടെ ആ പിസ്ത രണ്ടും നന്നായിട്ട് കയറി നിൽക്കുന്നുണ്ട്. ആൻഡ് കുൽഫിയുടെ കുറച്ചൊന്ന് ഡൗൺ ആണ്, കുറച്ചാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് മിൽക്ക് മലായി ഫീല് കുറച്ച് കുറവാണ് കമ്പാരിറ്റീവ്ലി. ഈക്വൽ ബാലൻസിങ് ഇല്ല. ഓക്കെ, കൊള്ളാം, ടേസ്റ്റിയാണ്. ഞാൻ കുനാഫയും പിസ്തയാണ് അതിൽ മുന്നിൽ നിൽക്കുന്ന രീതിയിൽ ചെയ്തത്. കുൽഫി നമ്മൾ മിൽക്ക് മിക്സ് ചെയ്തിട്ട് ചെയ്യുന്ന അതിന്റെ ഫീലിംഗ് കുറവാണ്. ടേസ്റ്റ് ഈസ് ഗുഡ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് പേഴ്സൺസ് നെയിം ഈസ്, അടുത്ത ആളെ വിളിക്കാം, ചിത്ര എസ്. ചിത്ര എസ് ഫ്രം തൃശ്ശൂർ. Baking Queen, ഇതാണ് നോർവീജിയൻ അല്ലേ? നോർവീജിയൻ മിക്സ്. ഇന്ത്യയുടെ ഏത് ഭാഗമായിരുന്നു? സൗത്ത് ഇന്ത്യൻ വിച്ച് ഫ്ലേവർ? പാൽക്കോവ ആൻഡ് ഗുൽക്കണ്ട്.
അപ്പോൾ ഗുൽക്കണ്ട് മിൽക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സംശയമാണ്, സിറപ്പായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടോ ഇതിൽ? ഇല്ല, അതിൽ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നോർവീജിയൻ ഗുൽക്കണ്ട് മാത്രം കേക്ക്സും നടുക്ക് സ്പഞ്ചായിരുന്നു അല്ലേ? നടുക്ക് വാനില സ്പഞ്ചും മേളിലും താഴെ മുകളിലും താഴും ബട്ടർ വെച്ചിട്ടുള്ള സ്പഞ്ച് ഉണ്ടാക്കി ഓക്കെ. മെരങ്കി ഉണ്ടാക്കിയിട്ട് മേലെ വെച്ചിട്ട് ബേക്ക് ചെയ്തു. ഗുൽക്കണ്ട് ആൻഡ് പാൽക്കോവ ആണ് ഫില്ലിംഗ് ആയിട്ട് വെച്ചിരിക്കുന്നത് അല്ലേ? വെർഡൻസ് ബെസ്റ്റ് ആണ് കേക്കിൻ്റെ പേര്. നോർവേയുടെ നാഷണൽ ഡേക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു നോർവീജിയൻ സ്റ്റൈലിൽ. അതും ഇന്ത്യൻ കൂടി മിക്സ് ചെയ്തിട്ടുണ്ടാക്കിയത്. എത്തിയിരിക്കുന്നു. രണ്ടും കൂടി മിക്സ് ചെയ്ത് നോക്കിയതാ എങ്ങനെ ഉണ്ടാവും. എങ്ങനെയുണ്ടെന്ന്. ഇറ്റ്സ് ആൻ എക്സ്പെരിമെന്റ് ഫ്യൂഷൻ. അതെ. റൈറ്റ്, നൈസ്. കട്ട് ചെയ്താലോ? കട്ട് ചെയ്ത് തരണം. നൈസ്. ഏത് പോർഷൻ എടുക്കണം? സെന്ററിൽ നിന്ന് കഴിച്ചാൽ സെന്ററിലാണ് സ്പഞ്ച് അതെ, എല്ലാം കൂടി ഈ ഫ്യൂഷനും വരുന്നത്. ഓക്കെ. നോർവീജിയൻ കേക്ക് എന്ന് പറയുമ്പോൾ മേളിൽ താഴെയാണ് ബട്ടറിൽ. നൈസ്. കുറച്ചൊരു എഗ്ഗി മുട്ടയുടെ ഫ്ലേവർ കുറച്ചൊക്കെ മുന്നേ നിൽക്കുന്നുണ്ട്. മറ്റ് വരുന്നുണ്ട്. ആ ഗുൽക്കണ്ടും കിട്ടുന്നുണ്ട് ഞങ്ങൾക്ക്. ഗുഡ് എഫേർട്ട്. താങ്ക് യു സോ മച്ച്. ഓക്കെ. ധനലക്ഷ്മി ഗുരുവായൂർ. Baking Queen. Baking Queen. Baking Queen. Baking Queen. കുനാഫ, പിസ്ത ആൻഡ് കുൽഫി, പിസ്ത, കുനാഫ ടോട്ട് ആൻഡ് സ്പഞ്ചാണ് ഇതിൽ. വാനില അല്ലേ? വാനിലയാണ്. മറ്റേ ചോക്ലേറ്റ് ആയിരുന്നു നമ്മൾ കഴിച്ചത്. ഇത് മേളത്തെ ടോപ്പിങ് കുൽഫി. അത് തന്നെ. അത് കുറച്ച് ഇങ്ങനെയാണ്, ആ ലെയേഴ്സിനകത്തും ഉണ്ട്. ഇതേ അല്ലേ? ഇതാണ് ഉദ്ദേശിക്കുന്നത്. അതെ. ഓക്കെ. ഉള്ളിൽ കുൽഫിയും ചെയ്തിട്ടുണ്ട്. യെസ്, കട്ട് ചെയ്ത് തന്നോളൂ. ഓക്കെ. തുടങ്ങാം. കടമം ഉണ്ടോ? ഉണ്ട്. കുൽഫിയിൽ കുൽഫി ഉണ്ടാക്കുമ്പോൾ 2 ഏലക്കായിട്ടിട്ടാണ് കുൽഫി ഉണ്ടാക്കിയത്. കുൽഫി ഇവിടെ തന്നെയല്ലേ? എല്ലാം സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങിയതല്ലേ? ഒക്കെ നമ്മളിവിടെ. അതെ അതെ, എല്ലാം കുൽഫി നമ്മൾ ഉണ്ടാക്കിയത് ഇവിടെ വന്നിട്ട് ഫ്രഷാണ്. അതിൻ്റെ ഇടയ്ക്ക് വിപ്പിംഗ് ക്രീം യൂസ് ചെയ്തിട്ടുണ്ടല്ലേ? ഓ, വിപ്പിംഗ് ക്രീം യൂസ് ചെയ്തിട്ടുണ്ട്. ഓവറായിട്ട് ലെയറിൽ യൂസ് ചെയ്തില്ല. മറ്റേ കുനാഫ വെച്ചിട്ടുള്ളതാണ് ചെയ്തിട്ടുള്ളത്. കുൽഫിയുടെ ആ മിൽക്കിന്റെ ടേസ്റ്റും ഇതെല്ലാം വരുന്നുണ്ട്. കിട്ടുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. സജന അസ്ലം, ട്രിവാൻഡ്രം. Baking Queen. Baking Queen. മെക്സിക്കൻ ചോക്ലേറ്റ് കാജർ ഹൽവ കേക്ക്. ഇത് ചില്ലിയൊക്കെ ഇട്ടിട്ട് മെക്സിക്കൻ ആക്കിയ ഒരു ചോക്ലേറ്റ് കേക്കാണ്. ഇതിപ്പോൾ എല്ലാ ലെയറിലും ഉണ്ടല്ലോ അല്ലേ? എത്ര ലെയേഴ്സ് ആയിരുന്നു? 2 ലെയർ. 2 ലെയർ. ക്യാരറ്റിന്റെ ടേസ്റ്റ് നന്നായിട്ടുണ്ട്. മിക്സിംഗ് ലെയർ അല്ലേ? ആ ചോക്ലേറ്റും ഏലക്ക, ചില്ലി, പിസ്ത.
ചില്ലി പേരിനേ ഉള്ളൂ അല്ലേ? ആ കുറച്ച് ഇടുന്നുള്ളൂ. ഒരു 1/8 ടീസ്പൂൺ ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാനും ജസ്റ്റ് ഒന്ന് കുറച്ച് ഇടുന്നുള്ളൂ. ഗുഡ്. ഓക്കെ, താങ്ക് യു. അങ്ങനെ നിങ്ങളുടെ 4 പേരുടെയും ഫ്യൂഷൻ കേക്ക്സ് ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു. വളരെ ബ്യൂട്ടിഫുള്ളി പ്രസൻറ്റഡ്, ഗുഡ് എഫേർട്ട്. പക്ഷേ റിസൾട്ട് ഞങ്ങളിപ്പോൾ പറയില്ല. അതാണ് ഞങ്ങളുടെ തീരുമാനം. ഈ പ്രാവശ്യം സാധാരണ നമ്മൾ പായസറാണിയിലാണെങ്കിലും ബിരിയാണി ക്വീനിലാണെങ്കിലും ഓരോ റൗണ്ടിലും 2 എലിമിനേഷൻ, 2 പ്രൊമോഷൻസാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ യെസ്, കറക്റ്റ്. കാര്യം നമുക്ക് ഫസ്റ്റ് റൗണ്ടിൽ 24 പേരുടെയും കേക്ക്സ് കഴിച്ചു കഴിഞ്ഞാലേ അതെ റിയൽ ആയിട്ടുള്ള ടാലൻ്റ് ഉള്ള ആൾക്കാർ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം. കുറച്ച് ടഫായി വരുന്ന ഒരു ഇതാണ്. അപ്പം നിങ്ങളുടെ ഈ പ്രാവശ്യത്തെ പെർഫോമൻസ് കൊണ്ടായിരിക്കാമല്ലോ ചെറിയ മാറ്റങ്ങൾ വരുന്നത്. എനിവേ, ഇത് 4 കഴിഞ്ഞു. ഇനി അടുത്ത 4 പേര് വരണം, വീണ്ടും വരണം. അങ്ങനെ 24 പേരുടെയും ടേസ്റ്റിംഗ് റൗണ്ട് കഴിഞ്ഞിട്ട് എല്ലാവരെയും ഒന്നിച്ച് നിർത്തിയിട്ട് നമ്മൾ 12 പേര് ആരൊക്കെയാണ് അടുത്ത ക്വാർട്ടേഴ്സിലേക്ക് പോകണമെന്ന് അനൗൺസ് ചെയ്യും. അതുവരെ നിങ്ങൾ ക്ഷമയോട് കൂടി ഇരിക്കണം. വെയിറ്റ് ഫോർ us. ഈ വെയിറ്റിംഗ് രസമില്ലേ? ഉണ്ട്, നല്ല ടെൻഷൻ ഉണ്ട്. ഉടനെ അറിയാൻ പറ്റുന്ന രസമില്ലാതെ രസമില്ലേ? അയ്യോ ഇല്ല. നിങ്ങൾ ഇന്ന് രാത്രി ഉറങ്ങുമ്പോ ഇങ്ങനെ ആലോചിക്കാം. ഉറങ്ങില്ല, ഉറങ്ങില്ല. എന്തായാലും ഞങ്ങളിത് മറന്നു പോകാണ്ടിരിക്കാനായിട്ട് ഞങ്ങൾ ഇപ്പോൾ തന്നെ ഒരു ചെറിയ ഇവാലുവേഷൻ നടത്തി മാർക്സ് എല്ലാം ഇട്ട് വെക്കും. അപ്പോൾ ഇനി അടുത്ത ഗ്രൂപ്പ് വന്ന് ചെയ്യുമ്പോൾ അവരുടെ മാർക്സ് ഇടുമ്പോൾ നമ്മളിങ്ങനെ അവരുടെ ഓരോന്നും റിലേറ്റീവ് ആണല്ലോ, ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ നോക്കും. നമ്മൾ കുറേ ഇൻഡിക്കേഷൻസ് ഇട്ടിട്ടുണ്ടാവും നമുക്ക് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട്, പോയിന്റ്സ് കാര്യങ്ങളെല്ലാം എല്ലാം നോക്കിയിട്ടായിരിക്കും ഫൈനൽ തീരുമാനിക്കുക. അപ്പോൾ നിങ്ങളെക്കാട്ടിലും ബെറ്റർ ആയിട്ട് ആൾക്കാർ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? ഇതെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് മുന്നോട്ട് വരാൻ വേണ്ടിയുള്ള. അതെ, എക്സാക്ട്ലി. ആരും മോശമായിട്ടല്ല കേട്ടോ. കാര്യം നിങ്ങൾ ഇന്ന് ഉണ്ടാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ ഇപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങളെപ്പോലെ തന്നെ മറ്റുള്ളവരും എങ്ങനെയാണ് ചെയ്യുന്നത്. ഈക്വൽ സ്റ്റാൻഡിംഗ് ആണ്, എല്ലാവർക്കും ഒരേ റൂൾസ് ഒരേ ടൈപ്പാണ്. ആ കിട്ടിയിരിക്കുന്ന റൂൾസ് വെച്ചിട്ട് ഏറ്റവും നന്നായിട്ട് ചെയ്ത ആൾക്കാർ 12 പേര് ആരാണോ ദേ വിൽ ഗോ ടു ദി നെക്സ്റ്റ് റൗണ്ട്, ദാറ്റ് ഈസ് ക്വാർട്ടേഴ്സ്. അപ്പോൾ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ പോയിട്ട് ഇതെല്ലാം ഒന്ന് ടാലി ചെയ്തിട്ട് വെച്ചേക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാമെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു 4 കേക്ക്സാണ് നിങ്ങൾ കണ്ടത്. ഫ്യൂഷൻ കേക്ക്സ് നമ്മൾ സാധാരണ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിക്കാനും അത് പ്രാക്ടിക്കലായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനും സാധിക്കും. അപ്പോൾ നിങ്ങൾക്കും ഈ റെസിപ്പീസ് ഫോളോ ചെയ്യാം വിത്ത് യുവർ ഇംപ്രൊവൈസേഷൻസ്. നിങ്ങൾക്കും ഐഡിയാസ് ഉണ്ടാവുമല്ലോ, അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ എന്തായാലും എൻജോയ് ചെയ്തു എന്ന് തന്നെ വിചാരിക്കട്ടെ. ഞങ്ങൾ എന്തായാലും എൻജോയ് ചെയ്തു, കഴിച്ചും കണ്ടും സന്തോഷം. ഇവർക്ക് അത്ര എൻജോയ്മെൻ്റ് ഉണ്ടെന്ന് തോന്നില്ല. അവരുടെ മുഖഭാവങ്ങൾ, അവർക്ക് ആ ടെൻഷനും തുടക്കം മാത്രമാണ്. അതാണ് അവരിങ്ങനെ റിസൾട്ടും അറിയണില്ല, അത് ഇങ്ങനെയപ്പോ അല്ലേ. എനിവേ, സന്തോഷം. അതെ, അത് മതി. അപ്പോൾ സന്തോഷം. അപ്പോൾ താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ബേക്കിംഗ് ക്വീൻ ഗിഫ്റ്റ് സ്പോൺസേഡ് ബൈ ലുലു ഹൈപ്പർ മാർക്കറ്റ്, ഡോക്ടർ ലക്ഷ്മി നായേഴ്സ് ഓർണമെന്റ്സ് കർട്ടസി, ജുവൽ ഹട്ട്, GH Road, Statue, Trivandrum, and ആഭരണം by അനുരാധ നായർ, ഈസ്റ്റ് ഫോർട്ട്, ട്രിവാൻഡ്രം.